കാണുന്നത് ഫാഷൻ മോഡലുകളോ ഇൻഫ്ലുവൻസേഴ്സോ ആണെന്ന് കരുതിയെങ്കിൽ തെറ്റി. ഇത് കൊച്ചിയിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണ്. ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിലാണ് റാമ്പിൽ തകർപ്പൻ പെർഫോമൻസുമായി കസ്റ്റംസ് ഉദ്യോഗസ്ഥരെത്തിയത്. മേലുദ്യോഗസ്ഥരടക്കം ചുവടുവെച്ചതോടെ പരിപാടിക്ക് ആവേശം അധികമായി. ഖദറാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഫാഷൻ ഷോയുടെ തീമായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. മാത്രവുമല്ല, നമ്മൾ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ തന്നെ തീമായിട്ട് നമ്മൾ ലൈഫിനെ ആഘോഷിക്കുക, മറ്റുള്ള ലഹരി വസ്തുക്കളെ അല്ല ആഘോഷിക്കേണ്ടത് എന്നുള്ള ഒരു ആശയം കൂടെയാണ് നമ്മൾ ഇതിലൂടെ മുന്നോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തനിമ നിറഞ്ഞ ഓണം തീം വസ്ത്രങ്ങൾ ഒരുക്കിയത് 1 മാസം കൊണ്ട്. ഇത് ഏകദേശം ഒരു 1 മന്തായി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വരുന്നു. ദേ ആർ ട്രൈയിങ്, ദേ ആർ വാക്കിംഗ്. ഇറ്റ് ഈസ് ആക്ച്വലി എ പ്രിവിലേജ്. കസ്റ്റംസിൽ വരിക, അവരുടെ തന്നെ ഒഫീഷ്യൽസ് മോഡലാവുക, ഇറ്റ്സ് എ ബിഗ് പ്രിവിലേജ്. ഇത്രയും ഒരു ഉദ്യോഗസ്ഥരെ ഒരു മേക്ക് ഓവർ കൊടുത്ത് അവരുടെ ഒരു പ്രൊഫൈൽ കീപ്പ് ചെയ്തുകൊണ്ട് അവരെ ആ റേഞ്ചിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഗോഡ് ബ്ലെസ്. റിയലി പ്രൗഡ് മാം ദിസ് മൊമെന്റ്. മലയാളികൾ മാത്രമല്ല, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥരും പങ്കുചേർന്നതോടെ കസ്റ്റംസിന്റെ ഓണം കളറായി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മന്ത്രി പി രാജീവും റാമ്പിൽ ചുവടുവെക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അത് ഗംഭീരമായിരുന്നു. ഇപ്പതാ നമ്മൾ ഒട്ടും പുറകിലല്ല എന്ന് തെളിയിച്ച് അതിഗംഭീരമായ റാമ്പ് വാക്കാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നടത്തിയിരിക്കുന്നത്. സ്നേഹമോൾ നയനാൻ ചേരുന്നുണ്ട് ആ തത്സമയം. സ്നേഹ, ശരിക്കും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തന്നെയാണോ ഇത്? നമ്മൾ സംശയിച്ചു പോയി മോഡലുകളാണോ എന്ന്. അത്ര ഗംഭീരമായിരുന്നു. അടുത്തിടെയായിട്ട് നമ്മൾ സമൂഹ മാധ്യമങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ പരിപാടികളൊക്കെ നമ്മൾ കാണുന്നതാണ്. പാട്ട് പാടുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, ഡാൻസ് കളിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, അങ്ങനെ നിരവധിയായിട്ടുള്ള പരിപാടികൾ നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ പരിപാടികൾ വളരെ വിരളമാണ്. ഓണാഘോഷത്തോട് അനുബന്ധിച്ച് നടത്തിയ പരിപാടിയായിരുന്നു. ആ പരിപാടിയിലാണ് റാമ്പിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തീ പാറിച്ചതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആദ്യം കാണുമ്പോൾ ഒരു ഫാഷൻ ഇൻഫ്ലുവൻസേഴ്സോ മോഡൽസോ ഒക്കെ ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. പക്ഷേ അങ്ങനെയല്ല. അത് തെറ്റിദ്ധരിക്കാൻ കാരണമെന്ന് പറയുന്നത് തന്നെ 100% പ്രൊഫഷണൽ, ഒരു സിനിമാ ഡയലോഗ് പോലെ തന്നെ പക്കാ പ്രൊഫഷണലായിട്ടായിരുന്നു ഉദ്യോഗസ്ഥർ റാമ്പിലെത്തിയത്. ആറ്റിറ്റ്യൂഡായാലും ആ ഒരു രീതിയിലുള്ള നടത്തമൊക്കെ ആയാലും അങ്ങനെ തന്നെ ആയിരുന്നു. മാത്രമല്ല, ഈ കൊച്ചി റീജിയൻ എന്ന് പറയുമ്പോൾ മലയാളികളായിട്ടുള്ള ഉദ്യോഗസ്ഥർ മാത്രമല്ല, ഇതര സംസ്ഥാനത്ത് നിന്ന് വന്ന ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. അവരും റാമ്പിലുണ്ടായിരുന്നു എന്നുള്ളതും മറ്റൊരു ആകർഷണീയമായ ഒരു കാര്യം കൂടിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഓണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നടത്തുന്നത് നമ്മുടെ സംസ്കാരം എന്താണെന്നും നമ്മുടെ ഓണാഘോഷം എന്താണ് എന്നൊക്കെ അവർക്കും കൂടി അറിയാനായിട്ട് ഒരു അവസരം കൂടിയാണ്. ഓണം എന്ന് പറയുമ്പോൾ കളർഫുള്ളാണ്. നിറങ്ങളൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഒരു സാംസ്കാരിക സമ്പന്നത ഒക്കെ വിളിച്ചോതുന്ന ഒരു ആഘോഷം കൂടിയാണ്. അപ്പോൾ അവർക്കും അതറിയാനൊരു അവസരം ലഭിക്കുകയാണ്. മാത്രമല്ല, കസ്റ്റംസ് ഉദ്യോഗസ്ഥർ എന്തായാലും പൊളിച്ചു.